പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. വലിയൊരു തിരക്ക് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. രാവിലെ തന്നെ ഇവിടെ വിവിധ ഇടങ്ങളിൽ നിന്ന് ആളുകളൊക്കെ കൂട്ടമായി ഇവിടെ എത്തുന്നുണ്ട്. വളരെ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ബുക്ക് ചെയ്ത് അങ്ങനെ കുറച്ച് പണമൊക്കെ സ്വരൂപിച്ചുകൊണ്ട് ഇവരൊക്കെ ഓടി എത്തുന്നത്. നേരത്തെ അരുൺ പറഞ്ഞതുപോലെ എനിക്ക് നന്നാവാനും എനിക്ക് ഐശ്വര്യം കിട്ടുക എന്നതിനപ്പുറത്തേക്ക് ഒരു നാടിന് സമൃദ്ധി ഉണ്ടാവുക, അതിലൂടെ എൻ്റെ നാട് കേരളം, അതിനപ്പുറത്തേക്ക് എൻ്റെ രാജ്യം ഭാരതത്തിന് കുതിപ്പുണ്ടാവണം എന്നൊരു പ്രാർത്ഥന മാത്രമേ ഇവിടെ കൂടിയിരിക്കുന്ന പതിനായിരങ്ങളുടെ മനസ്സിലുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ പ്രത്യേകം സജ്ജീകരിച്ച പൂജകളിൽ പങ്കാളികളാകുന്ന, അതിന് നേതൃത്വം നൽകുന്ന സന്യാസി ശ്രേഷ്ഠന്മാർ, അവരുടെയൊക്കെ മനസ്സിൽ അത് മാത്രമേ ഉണ്ടാവൂ അല്ലേ? തീർച്ചയായും അത് മാത്രമാണ്. ഇപ്പോൾ ഗായത്രി ഗുരുകുലത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു സ്നാനം ആരംഭിക്കാൻ പോകുന്നത്. ഏതായാലും മിനിറ്റുകൾക്കകം തന്നെ ആരംഭിക്കും. ഇവിടെ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പല സമയത്തും അവർക്ക് സ്നാനം ചെയ്യാമെങ്കിലും ഈ സമയത്താവുമ്പോൾ കൃത്യമായിട്ട് അവർക്കൊരു ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവിടെ നിന്ന് കൊടുക്കും. അതിനനുസരിച്ച് ചെയ്യുമ്പോൾ അവരെല്ലാം പറയുന്നത് തങ്ങൾക്ക് വലിയൊരു പോസിറ്റീവ് എനർജി ഈ ഒരു സ്നാനം നടത്തുമ്പോൾ അതിലൂടെ ആത്മശുദ്ധീകരണം അവർക്ക് ഉണ്ടാവുന്നു എന്നുള്ളത്. നമുക്കെന്താ വെള്ളത്തിന്റെ അടുത്തേക്ക് പോവാം അല്ലേ? തീർച്ചയായും. ഏതായാലും നദിയുടെ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഇന്നും നല്ല തിരക്കാണ് ശില്പ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതുപോലെ തന്നെ രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. ലക്ഷക്കണക്കിന് ഭക്തരാണ് ഇന്നലെ, ഏകദേശം 4 ലക്ഷത്തോളം ഭക്തർ ഇന്നലെ എത്തി. ഇന്നും സമാനമായ രീതിയിൽ തന്നെയാണ് വലിയ രീതിയിലുള്ള ഭക്തരുടെ ഒരു തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. എല്ലാവരും രാവിലെ എത്തി നാവാമുകുന്ദനെ വണങ്ങി അതിനുശേഷം ബ്രഹ്മാവിനെയും മഹാദേവനെയും ഒക്കെ വണങ്ങി പിന്നീട് സ്നാനത്തിലേക്ക് ഉൾപ്പെടെ കടക്കുന്നുണ്ട്. പിതൃകർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി എത്തുന്ന ആളുകളും ഒരുപാട് തന്നെ ശുദ്ധീകരിക്കാൻ സാധിക്കുന്ന സ്നാനമാണ് എന്നുള്ളതാണ് നിങ്ങളാ സ്നാനത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നമ്മുടെ ഇവിടെ എത്താൻ സാധിക്കാത്തവർക്ക് വേണ്ടി പോലും നമുക്കിവിടെ സ്നാനം എടുക്കുമ്പോൾ അതിൻ്റെ ഒരു പവിത്രത അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആത്മീയ അനുഭൂതി അവരിലേക്ക് കൂടി പ്രവഹിക്കുമെന്ന് ഇവിടെ മന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഗായത്രി ഗുരുകുലത്തിൻ്റെ അധ്യക്ഷൻ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അല്ലെങ്കിൽ ആ മന്ത്രങ്ങൾ നമുക്ക് വീട്ടിലെങ്ങനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എങ്ങനെ സാധാരണക്കാരിലേക്കെല്ലാം ഈ മന്ത്രങ്ങൾ എത്തിക്കാം എന്നുള്ളത് കൂടിയും അദ്ദേഹം സംസാരിക്കുന്നത് നമ്മളിവിടെ കാണാറുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ വലിയ ഒരു ഭാഗ്യമാണ് ഇവിടെ എത്തിച്ചേരുന്നവരിലേക്ക്, അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയൊരു പ്രാധാന്യം മനസ്സിലാക്കാനും അത് അറിഞ്ഞുകൊണ്ട് സ്നാനം എടുക്കാനും കൃത്യമായി നിർദ്ദേശങ്ങൾ കിട്ടിക്കൊണ്ടൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞത്. അതിനാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു 8:30 ആകുമ്പോഴേക്കൊക്കെ ആളുകൾ ഓടിയെത്തുന്നത്. ക്ഷമയുടെ സ്നാനം എടുക്കണ്ടേ? തീർച്ചയായും നമുക്ക് അതൊരു ഇത്രമേൽ പുണ്യകരമായ, എനിക്ക് വലിയൊരു സങ്കടം ഉണ്ടായിരുന്നു. കാരണം മഹാകുംഭമേളയ്ക്ക് പോകാൻ സാധിച്ചില്ല. അതിന്റെ വലിയൊരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്താണെന്നറിയോ, അന്ന് കേരളത്തിൽ നിന്ന് പോയ ഭക്തരെ എല്ലാ ഒരു പോകുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായ കാര്യമല്ല. ഇവിടുന്ന് വണ്ടി അത്രയും തിരക്ക്, ടിക്കറ്റൊക്കെ ആയിട്ട് അവിടെ പോകണം. അതിൽ പങ്കെടുത്ത ഭക്തരെ നോക്കി പരിഹസിച്ച ഒരു മാധ്യമ പ്രവർത്തകൻ ഉണ്ടായിരുന്നു. 100% ലിറ്ററസി സാർ, ഇത് കേരളം സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എനിക്ക് തോന്നുന്നു ആ മാധ്യമ പ്രവർത്തകയുടെ ചാനൽ പോലും ഇന്നലെ ഞാൻ മനസ്സിലാക്കുന്നത് ഹെലിക്യാമൊക്കെ വെച്ചിട്ടാണ് ഈ വിഷ്വൽ എടുത്തിരിക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മൾ ശക്തി പ്രാപിച്ചാൽ അതെ അതിലൊക്കെ ചിരണ്ടിരിക്കാം. ആ ചാനലിലൊക്കെ കമന്റുകളിൽ കൂടെ വായിച്ചു നോക്കുമ്പോൾ കേരളത്തിലെ പ്രബുദ്ധരായ മലയാളികൾ, യഥാർത്ഥത്തിൽ പ്രബുദ്ധരായ മലയാളികളുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണെന്ന് ഇവരൊക്കെ വായിച്ചു. അത് മാത്രമല്ല, അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളൊന്ന് ശക്തി കാണിച്ചിട്ടില്ല, ഒന്ന് എഴുന്നേറ്റതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഈ പറയുന്ന ആളുകൾ നേരത്തെ പറഞ്ഞത് അതുപോലെ തന്നെയാണ്. കാരണം നമ്മൾ വിവാദം ഉണ്ടാക്കുന്ന ആളുകളൊക്കെ നിശബ്ദമായിരിക്കും. അത് വേറെ ഒന്നുമല്ല, നമ്മളെ മനസ്സിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വേറൊരു പ്രതിസന്ധിയും ഒരു വെല്ലുവിളിയും നമുക്കൊരു വിഷയമേ അല്ല. അത് നമ്മൾ പലപ്പോഴും കണ്ടതാണ്, 90കളിൽ കണ്ടതാണ്, അതിനുശേഷം 2014 നമ്മളത് കണ്ടതാണ്, 2019 കണ്ടതാണ്, 2024 കണ്ടതാണ്, ഇപ്പോഴിതാ 2026 കണ്ടതാണ്. ഇനിയും കാണും എന്നല്ലാതെ ഇതിന് മറ്റൊന്നും പറയാനില്ല. എനിക്ക് തോന്നുന്നു ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇവിടെ നടക്കാനുള്ളത് പുണ്യസ്നാനം തന്നെ അല്ലേ? ഒപ്പം പൂജകൾ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതും കൂടി ഒന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണിക്കാൻ തോന്നുന്നു അല്ലേ? ഇന്ന് പ്രധാനപ്പെട്ട യാഗശാലയിലെ പ്രധാനപ്പെട്ട പൂജകൾ എന്തൊക്കെയാണ്? ഇന്നിപ്പോ രാവിലെ മഹാലക്ഷ്മിക്ക് വേണ്ടിയിട്ടും ബ്രഹ്മാവിന് വേണ്ടിയിട്ടുള്ള പൂജകളാണ് രാവിലെ നടക്കുന്നത്. ഒപ്പം തന്നെ വൈകിട്ട് 6 മണിയോടുകൂടി സർപ്പബലി, ഇന്ന് ഏറ്റവും പ്രധാനമായി ആയില്യം നക്ഷത്രമാണ്, അതുകൊണ്ട് തന്നെ സർപ്പബലി നടക്കുന്നുണ്ട് ഇന്ന് യജ്ഞശാലയിൽ. അപ്പൊ അതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞതിന് സുധീർ നമ്പൂതിരി അവിടെ തയ്യാറായി, അദ്ദേഹത്തിലേക്ക് പോകാം. ഒപ്പം തന്നെ മഹാമേരു സ്ഥാപിച്ചിരിക്കുന്നത് യജ്ഞശാലയിലാണ്. നമുക്കറിയാം തമിഴ്നാട്ടിൽ നിന്ന് ഈ മഹാമേരു ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ ആ രഥയാത്ര നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ കണ്ടതാണ്. പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം. എനിക്ക് തോന്നുന്നു ഇതാണ് ഗായത്രി ഗുരുകുലത്തിന്റെ നേതൃത്വത്തിലുള്ള വേദപാരായണമാണ് ഇവിടെ നടക്കുന്നത്. ഇത് ഇവിടെ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് രാവിലെ വേദസ്നാനത്തിനെത്തുന്ന ഭക്തർ. വിഷ്ണു, എനിക്ക് തോന്നുന്നു ക്യാമറ ഒന്ന്
ഗായത്രി ഗുരുകുലത്തിൻ്റെ നേതൃത്വത്തിലുള്ള വേദസ്നാനം അതിപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ അല്പസമയം വേദമന്ത്രമുഖരിതമായിരിക്കും ഇവിടെ മുഴുവൻ. അതിനുശേഷമാണ് അതിൻ്റെ ഏറ്റവും അവസാന നിമിഷത്തിലേക്ക് കടക്കുമ്പോഴാണ് എല്ലാവരും സ്നാനമെടുക്കേണ്ടത് എന്നുള്ളതാണ്. തൊട്ടടുത്ത് തന്നെയായിട്ട് യാഗശാല കാണാൻ സാധിക്കും. യാഗശാലയിലാണ് മഹാമേരു ഉള്ളത്. മഹാമേരു നമുക്കറിയാം, ഈ ഒരു വാർത്തയൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം ലഭിക്കുന്നത് യഥാർത്ഥത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ സ്റ്റോപ്പ് മെമ്മോ നൽകുന്നതിനെ തടയാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ശരിക്കും അതൊക്കെ തന്നെയാണ് ഇതിന് ഒരു പബ്ലിസിറ്റി നൽകിയത് എന്നുള്ളതിൽ അത് കറക്റ്റാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണത്. എന്തായാലും നമുക്കിപ്പോൾ സുധീർ നമ്പൂതിരി അല്ലേ, അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില പൂജകൾ ഇവിടെ നടക്കുന്നുണ്ട്. അതിനുശേഷം ഇതാ ഇപ്പോൾ പുണ്യസ്നാനം ആരംഭിക്കുകയാണ് പവിത്രമായ പുണ്യനദിയിൽ. തിരുമേനി സ്വാഗതം. നമ്മുടെ പ്രത്യേക പതിപ്പ് പുരോഗമിക്കുകയാണ്. വാർത്താ പുലരിയിൽ വീരം വിരാടം എന്നാണ് ഞങ്ങൾ ഈ പതിപ്പിന് പേര് നൽകിയത്. അത്രത്തോളം ഉചിതമാണ്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കത് വലിയ അഭിമാനം തോന്നുന്നുണ്ട്. ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ എന്തൊക്കെയാണ് തിരുമേനി? തീർച്ചയായിട്ടും നമ്മളെ അവസാനിക്കുന്ന അല്ലെങ്കിൽ ഈ മഹാമേള നാളെ അവസാനിക്കാൻ പോവുകയാണ്. അതിൻ്റെ അവസാനത്തെ തലേ ദിവസമായിട്ട് ഇന്ന് നമ്മളിവിടെ നടന്നത് മഹാഗണപതി ഹോമം ആണ് രാവിലെ നടന്നത്. ഇനി ഈ ത്രിമൂർത്തികളെ സങ്കല്പിച്ച് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ ആ സാന്നിധ്യം ഈ പുഴയുടെ മധ്യഭാഗത്ത് വെച്ച് അവരെ പത്മങ്ങളിൽ ആവാഹിച്ച് ഇതര ക്ഷേത്രങ്ങളിലെ തന്ത്രിമാർ തന്നെ ഇവിടെ വെച്ച് ആവാഹിക്കും. കൂടാതെ തുപ്രങ്ങോട്ടപ്പനെയും തളി മഹാദേവനെ സങ്കല്പിച്ചും, കൂടാതെ ഞാൻ ശബരിമല മേൽശാന്തി ആയിരുന്നത് കൊണ്ട് അവിടുത്തെ അയ്യപ്പനെ സങ്കല്പിച്ചൊരു പൂജയാണ് ഇപ്പോൾ ഇന്ന് ഇവിടെ വിഭാവനം ചെയ്തത്. കൂടാതെ ബ്രഹ്മസമ്പടത്തിലെ 40ഓളം വിദ്യാർത്ഥികളും ആചാര്യന്മാരും വന്ന് ഇവിടെ മറ്റേ നാമജപമല്ല, അതിന് ഋഗ്വേദം ജപിക്കുക എന്നാ പറയാ, ഋഗ്വേദ ജപങ്ങൾ ഇത് നടക്കും. ഇതാണ് രാവിലത്തെ ചടങ്ങ്. ഒപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിളാസ്നാനം അതും വിശേഷമാണ്. നാളെ ഇതൊന്നും ആവില്ല. നിളാസ്നാനത്ത് സന്യാസിമാരടക്കം വന്നു ചേരും. എല്ലാവരും കൂടിയിട്ടാണ് നിളാസ്നാനം നടക്കുക. കൂടാതെ ഇന്ന് വൈകിട്ട് സർപ്പബലി, നമുക്കറിയാം ഭൂമിയെ കാത്ത് സൂക്ഷിക്കുന്ന ഒരു സങ്കല്പമാണ് നാഗദേവതാ സങ്കല്പം. ഈ നാഗദേവതകളെ സങ്കല്പിച്ച് നാഗങ്ങളുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് സർപ്പബലി ആയിട്ട് നമ്മൾ ഇന്ന് വൈകിട്ട് പതിരകുന്നത്ത് അദ്ദേഹത്തിന് കീഴിൽ നടക്കുന്നത്. ബാക്കി നമുക്ക് പറയുന്ന നിത്യവും ആരതികൾ, ആ ആരതി വൈകിട്ടുണ്ട്. കൂടാതെ ഇന്ന് ഒരു പാണ്ടിമേളം ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പാണ്ടിമേളം നടക്കുന്നുണ്ട്. പനമണ്ണ ഹരിയേട്ടൻ്റെ ഇവരൊക്കെ നേതൃത്വത്തിൽ. ഞരളത്ത് ഹരിയേട്ടൻ്റെ ഹരിഗോവിന്ദൻ്റെ ഒരു അഷ്ടപതി നടക്കുന്നുണ്ട്. അങ്ങനെ അനവധി വൈവിധ്യമായ നമുക്ക് ഇതാ വിഷ്വൽ കാണാം. ഒന്ന് കാണിച്ചു കൊടുക്കും വിഷ്ണു. ഈ ഒരു എനിക്ക് തോന്നുന്നു 10,000 ഇങ്ങനെ ഇവിടെ ഒരേ രീതിയിൽ കൈകൂപ്പി ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അവരൊക്കെ പ്രാർത്ഥിക്കുകയാണ്. നാടിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, ഭാരതത്തിൻ്റെ കുതിപ്പിന് വേണ്ടി, നമ്മുടെ കേരളത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുകയാണ്. തിരുമേനി, ഇത് വിരാട ഹിന്ദു സംഗമം. ഇവിടെ ജാതിയില്ല, മതമില്ല, അവരൊക്കെ എവിടുന്നാണെന്ന് പോലും ഇവിടെ വരുന്നതാണ് എന്നൊന്നും ഇവിടെ പ്രസക്തിയില്ല അല്ലെ. ഒരേ ഒരു പ്രാർത്ഥന മാത്രം. നമ്മുടെ സങ്കല്പം തന്നെ പഞ്ചഭൂതാത്മകമായ ആ ഒരു സൃഷ്ടിക്ക് ആധാരം പഞ്ചഭൂതാത്മകമായ വായു, ആകാശം തുടങ്ങിയതാണ്. ആ പഞ്ചഭൂതാത്മകമായ ഓരോന്നിനെയും നമ്മൾ ആരാധിക്കുന്നത് നമ്മളെ കർത്തവ്യമാണ്, കടമയാണ്. അപ്പോൾ ആ ജലം, വായു, ആകാശം അതെല്ലാം കൂടി വന്നു ചേരുന്ന ഒരു സംഗമ സ്ഥാനമാണിത്. ഇവിടെ ഹോമം നടക്കുന്നു. അഗ്നി, വായു, നല്ല വായു ഉള്ള സ്ഥലം, നേരത്തെ പറഞ്ഞ ജലം, ആകാശം, ഭൂമി എല്ലാം കൂടിച്ചേരുന്ന സംഗമ സ്ഥാനമാണിത്. പ്രത്യേകിച്ചും ത്രിമൂർത്തി സംഗമ സ്ഥാനമായ ആ ശക്തിക്ക് പ്രാധാന്യമുള്ള രാജരാജേശ്വരി വസിക്കുന്ന സങ്കല്പം എന്നാണ് ഈ ഭാരതപ്പുഴയെ നമ്മൾ സങ്കല്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ സംഗമ സ്ഥാനത്ത് ഒരു കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്ന മാതിരി എല്ലാ ജനങ്ങളും വന്നു ചേരുകയാണ് ആ ശക്തി കേന്ദ്രത്തിലേക്ക്. ഞാൻ നേരത്തെ പറയായിരുന്നു, അതായത് ഈ പൂജകർമ്മങ്ങൾ ഇതുവരെ നടന്നതെല്ലാം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനെല്ലാം ഉള്ള ഒരു എന്താണ് അതിൻ്റെ ഗുണമെന്ന് ഞങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ബൈറ്റ് തരുന്നത് ലോക നന്മയ്ക്ക്, ലോകത്തുള്ള സമസ്ത ജീവജാലങ്ങളുടെയും നന്മയ്ക്കും ക്ഷേമത്തിന് വേണ്ടി എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയ മറുപടി. മാത്രമല്ല, രണ്ടാമത്തെ കാര്യം എന്നുള്ളത് എല്ലാ ജാതി വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളും ഇവിടെ പൂജ ചെയ്യാനായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് വനവാസി വിഭാഗത്തിൽ നിന്നാണെങ്കിലും. അപ്പോൾ അത്തരം ഇങ്ങനെ പൂജാക്രമങ്ങൾ അതിനെക്കുറിച്ച് കൂടെ ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. നമ്മളിവിടെ വിഭാവനം ചെയ്തത് നമ്മളിപ്പോൾ കണ്ടുവരുന്ന ക്ഷേത്രങ്ങളിലെ പൂജ അല്ലെങ്കിൽ ഒട്ടനവധി പൂജകളാണ്. ഇവിടെ എല്ലാ വിഭാഗക്കാരെയും 134 ജാതി വിഭാഗങ്ങൾ നമ്മൾ കേരളത്തിലുള്ളതായി അറിയാം. അതിൽ ഒട്ടു വിഭാഗക്കാരെയും നായടി മുതൽ നമ്പൂരി വരെ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള വിഭാഗക്കാരെയും
എല്ലാവരെയും ഉൾപ്പെടുത്തി അവരുടെ വൈവിധ്യമായുള്ള ഗൂഢമായ രഹസ്യപരമായ പല പൂജകളും നടത്തി. ഇപ്പൊ അതിനൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ വേർഷനും കൂടിയുണ്ട്. ഉണ്ടാവാം, തീർച്ചയായിട്ടും. നമുക്ക് അങ്ങനെ ജാതി പറയാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. അങ്ങനെ ജാതി പറയല്ല. അപ്പോൾ എല്ലാ വിഭാഗവും ഉൾപ്പെടുത്തി അവരുടേതായ പൂജാ സമ്പ്രദായങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്ന് ആ ഊർജ്ജ സ്രോതസ്സിനെ, അവരെല്ലാം പൂജ ചെയ്യുന്ന ആ ഊർജ്ജ സ്രോതസ്സിനെ ജലത്തിൽ ലയിപ്പിക്കുകയാണ് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് ചെയ്യുന്നത്. അപ്പോൾ ആ ജലത്തിലേക്ക് നമ്മൾ തീയിൽ മണ്ണെണ്ണയോ പെട്രോളോ ഒഴിച്ചാൽ ആളിക്കത്തുന്ന മാതിരി ആ ഊർജ്ജ സ്രോതസ്, പൂജ ചെയ്യുന്നതിലെ ഊർജ്ജ സ്രോതസ് ജലത്തിൽ ജയിപ്പിച്ച് ആ നിളതയിൽ സ്നാനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉണർവ് അത് ആ ജനങ്ങളിലേക്ക് എല്ലാ ജനങ്ങളിലെയും ജാതി മത വ്യത്യാസമില്ലാതെ, ആ വർഗ വ്യത്യാസമില്ല, എല്ലാവരിലേക്കും പ്രസരിപ്പിക്കുക എന്നാണ് ലക്ഷ്യം. തീർച്ചയായിട്ടും വന്നു ചേരുന്ന ഓരോരുത്തർക്കും അല്ലെങ്കിൽ വന്ന് എത്തിപ്പെടുന്ന ഓരോരുത്തർക്കും ആ ഊർജ്ജം അനുഭവിക്കുന്നുണ്ടെന്ന് തീർച്ചയായിട്ടും നമുക്കിത് കണ്ടാൽ തന്നെ ബോധ്യമാവും. തീർച്ചയായും ഇവിടെ ഇതാ ഇങ്ങനെ ഉച്ചഭാഷയിലൂടെ മുഴങ്ങി കേൾക്കുകയാണ്, സനാതന ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടി എന്നാണ് ആ മുഖവിരിയോടുകൂടി പറയുന്നത്. അതിൽ പല ഒരു സന്ദേശമില്ല അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ 10 വർഷമായിട്ട് കഠിനാധ്വാനം നമ്മൾ കുറേ ആൾക്കാരും കൂടി ചെയ്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ വർഷം അടക്കം ചെയ്തതാ. നിർത്തണോ എന്ന് വരെ ആലോചിച്ച അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് ഇവിടുത്തെ ചില കാരണങ്ങളെ കൊണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം നമ്മൾ ആനന്ദവനം ഭാരതി സ്വാമിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് ആ സംഘാടനത്തിൽ നമ്മളെല്ലാം വളരെ ഉത്സാഹത്തോടു കൂടി, വളരെ ക്ഷീണിതനാണ്, 10-14 ദിവസം ഉറക്കമൊഴിച്ചുകൊണ്ടുള്ള ഓടി നടക്കലാണ്. എങ്കിലും ഇങ്ങനെ മഹാവിജയമായതിന് സർവേശ്വരന്മാരോട് നന്ദി പറയുകയാണ് ആദ്യം. തീർച്ചയായും തിരുമേനി ഒരുപാട് തിരക്കുകളുണ്ട്. അതിനിടെയാണ് നമ്മുടെ ജനത്തിനൊപ്പം തിരുമേനി ചേർന്നതിന്. നമുക്ക് യജ്ഞശാലയൊക്കെ ഒന്ന് ഞങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണിക്കുകയാണ്. വരും തീർച്ചയായും നമ്മൾ നേരത്തെ പറഞ്ഞു അങ്ങോട്ടേക്ക്. നേരത്തെ നമുക്ക് ക്ഷേത്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ കൂടെ പരമേശ്വരൻ, അദ്ദേഹം കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എന്താണ് തിരുനാവായയുടെ മണ്ണ് ഭക്തിമുഖരിതമായിരിക്കുകയാണ്. എങ്കും നമുക്കറിയാം വളരെ വലിയൊരു ആത്മീയ അനുഭൂതിയാണ് നമുക്ക് തിരുനാവായയിലെത്ത് അനുഭവിക്കാൻ സാധിക്കുന്നത്. എന്താണ് ചേട്ടൻ പറയുന്നത്? തിരുനാവായയിൽ സാധാരണ നവാമുന്ത ക്ഷേത്രക്കടവിൽ ബലിയിടാൻ ദിവസം ഒരു 1500-2000 ആളാണ് വരിക. പിന്നെ അതിന്ന് ഈ കർക്കിടകവാവിനാണ് ഒരു 50,000 ആളൊക്കെ വരിക. ഇതിപ്പോൾ ഒരു 10 കർക്കിടകവാവിൻ്റെ പോലെയാണ് ഓരോ ദിവസവും വരുന്നത്. അപ്പോൾ തുടർച്ചയായി 18-ാം തീയതി മുതൽ ഭക്തജനങ്ങളുടെ ലക്ഷക്കണക്കിനായിട്ടുള്ള ആളുകൾ നിത്യേന വന്നുകൊണ്ടിരിക്കുന്നു. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊരു ദേവഭൂമി, പിതൃഭൂമി, ചരിത്രഭൂമി, അങ്ങനെ ഒട്ടനവധി പ്രാധാന്യമുള്ള ഒരു പ്രദേശം കൂടിയാണല്ലോ തിരുനാവായയിൽ. അപ്പോൾ തിരുനാവായ എല്ലാവരും വരട്ടെ, എല്ലാവരും ഭഗവാനെ പ്രാർത്ഥിക്കട്ടെ, അവർക്ക് എല്ലാ ഗുണകരമായ അവസ്ഥയുണ്ടാവട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. നമുക്കറിയാം, ഒരു 200-ലധികം വർഷങ്ങളായിട്ട് മുടങ്ങിക്കിടന്നിരുന്ന മഹാമാഘ മഹോത്സവമാണ് ഇപ്പോൾ വീണ്ടും എത്തിയിരിക്കുന്നത്. അപ്പോൾ അത് വലിയൊരു മാറ്റത്തിന്റെ തുടക്കം കൂടിയല്ലേ? ഇതിപ്പോൾ 2016 മുതൽ ഇതിൻ്റെ ഒരു തുടക്കം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ വർഷമാണ് ഇതിൻ്റെ ഒരു വിപുലമായ രീതിയിലേക്ക് ഇത് വന്നിട്ടുള്ളത്. അത് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴേക്ക് ജനലക്ഷങ്ങൾ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. ഇതെല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരവസ്ഥയായി മാറിയിട്ടുണ്ട്. വളരെ നന്ദി. നമസ്കാരം. നമ്മള് പറഞ്ഞു വന്നത്, അപ്പോ നമ്മുടെ യാഗശാല ഇനി ഒന്ന് കാണാമെന്നുള്ളതാണ്. നേരത്തെ പ്രേക്ഷകരിൽ നമ്മൾ യാഗശാലയിലേക്കാണ് പോകുന്നത്. അതിന് മുന്നോടിയായി തന്നെ ശബരിമലയിലെ വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ കൂടിയുണ്ട്. അതും കൂടി നമുക്കൊന്ന് വളരെ വേഗത്തിലെടുക്കണം. ശബരിമലയിൽ കൊടിമരത്തിന് അനധികൃതമായി പെയിന്റ് അടിച്ച ഒരു വാർത്ത, അത് ശബരിമലയിലും സന്നിധാനത്തിലൊക്കെ എന്തുവാകാം എന്നൊരു ധാർഷ്ട്യം അവിടുത്തെ ദേവസ്വം ബോർഡിനും സർക്കാരിനും ഒക്കെ ഉണ്ട്, ചില ഉദ്യോഗസ്ഥർക്കും ഉണ്ട്. പക്ഷേ അതൊക്കെ ജനം ടി വിയാണ് കൃത്യമായി തന്നെ തെളിവുകൾ സഹിതം പുറത്തു കൊണ്ടുവന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒടുവിലത്തെ ഉദാഹരണമാണ് ശബരിമലയിലെ കൊടിമരത്തിന് അനധികൃതമായി പെയിന്റ് അടിച്ച ഒരു വാർത്ത വന്നത്. അത് ആരെയും അറിയിക്കാതെ, സ്പെഷ്യൽ കമ്മീഷനെ ഒന്നും അറിയിക്കാതെ ഇവർ തോന്നിയ പോലെ അങ്ങ് ചെയ്യുക. എന്തായാലും ആ വിഷയത്തിൽ അരുൺ കൊടുങ്ങൂര് ഒരു വാർത്ത ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആ വാർത്തയിൽ നടപടി ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് ഈ ഉദ്യോഗസ്ഥരെയൊക്കെ സംരക്ഷിക്കാൻ പോവുകയാണ് ദേവസ്വം ബോർഡ്. സ്വാഭാവികമാണ്, നമുക്കത് ആ വാർത്തയിലേക്ക് വേണം. അരുണ് തയ്യാറാകുമ്പോൾ മഹാമേരു ഇവിടെയുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സ്റ്റാലിൻ സർക്കാർ, പിണറായി സർക്കാർ മാത്രമല്ല സ്റ്റാലിൻ സർക്കാരും നമ്മൾ കണ്ടതാണ് തിരുപ്പുറകുன்றത്തിലൊക്കെ സനാതന ധർമ്മത്തെ ഡെങ്കി ഒക്കെ ആയി വ്യാഖ്യാനിച്ചുകൊണ്ട് സ്റ്റാലിൻ്റെ മകൻ ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടതാണ്. അവിടുത്തെ ഹിന്ദു റിലീജിയസ് മന്ത്രിയെ വേദിയിൽ നിർത്തിയിട്ടാണ് ഉദയനിധി സ്റ്റാലിൻ അത് പറഞ്ഞത്. ആ മന്ത്രിയാണ് ഇവിടുത്തെ അയ്യപ്പ സംഗമത്തിന് ഉദ്ഘാടനം ചെയ്യാൻ പിണറായി സർക്കാർ വിളിച്ചത്. നമുക്ക് മഹാമേരു, എനിക്കൊന്ന് മഹാമേരുവിനെയാണ് തമിഴ്നാട്ടിലെ തിരുമൂർത്തി മലയിൽ നിന്നാണ് ഈ പൂജിച്ച മഹാമേരു ആദ്യം കേരളത്തിൽ നിന്ന് പൂജിച്ച് കാലടിയിൽ നിന്നാണ് കൊണ്ടുപോയത്. കാലടിയിൽ നിന്ന് കൊണ്ടുപോയി ഈ മേരു കൃത്യമായിട്ട് തമിഴ്നാട്ടിൽ അവിടെ നിന്നും ഒരു രഥയാത്രയായിട്ടാണ് ഇവിടേക്ക് എത്തേണ്ടിയിരുന്നത്. ദൗർഭാഗ്യവശാൽ അവിടെ സ്റ്റാലിൻ സർക്കാർ ഇതിന് അനുമതി രഥയാത്രയ്ക്ക് നൽകിയില്ല. ഏകദേശം 30ഓളം കേന്ദ്രങ്ങളിൽ ഈ മഹാമേരുവായിട്ടുള്ള രഥയാത്ര സ്വീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു.
വിവിധ തരത്തിലുള്ള ആശ്രമങ്ങളും അതുപോലെ തന്നെ മറ്റ് ക്ഷേത്രങ്ങളൊക്കെ ആയിരുന്നു ഈ മഹാമേരുവിന് രഥയാത്രയ്ക്ക് സ്വീകരണം ഒരുക്കിയിരുന്നത്. പക്ഷേ ആ രഥയാത്രയെ സ്റ്റാലിൻ സർക്കാർ തടയുന്ന സാഹചര്യം ഉണ്ടായി. തുടർന്ന് രഥയാത്ര അവിടെ നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പക്ഷേ എങ്കിലും അവിടെ നിന്നും രഥയാത്ര പിന്നീട് പാലക്കാട് ജില്ലയിലേക്ക് പ്രവേശിച്ച് പാലക്കാട് കൽപ്പാത്തിയിലെ കാശിയിൽ പാതി കൽപ്പാത്തി എന്നാണ് പറയാറ്. ആ കൽപ്പാത്തിയിൽ നിന്നാണ് പിന്നീട് ഈ മേരുവും വഹിച്ചുള്ള രഥയാത്ര ആരംഭിച്ചത്. അങ്ങനെ ആ രഥയാത്ര ഇവിടെ എത്തി മേരു പ്രതിഷ്ഠിച്ചതാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത്. ഏതായാലും യജ്ഞശാലയിലാണ് ഈ മേരു പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ വേറൊരു കാര്യമുള്ളത്, ഈ തൊട്ടടുത്താണല്ലോ ബ്രഹ്മാവിൻ്റെ ക്ഷേത്രവും അതുപോലെ തന്നെ മഹാദേവൻ്റെ ക്ഷേത്രമൊക്കെ ഉള്ളത്. ആ രണ്ട് ക്ഷേത്രങ്ങളും ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് ടിപ്പു എന്ന ആ ആക്രമണകാരി തകർത്ത ക്ഷേത്രങ്ങളാണ്. ആ തകർത്ത രണ്ട് ക്ഷേത്രങ്ങളും വളരെ ദയനീയമായിട്ട് ഇപ്പോഴും നമ്മൾ പോയാൽ കാണാൻ സാധിക്കും. വളരെ ദയനീയമായിട്ടുള്ള സ്ഥിതിയാണ് ആ ക്ഷേത്രങ്ങൾക്കുള്ളത്. ഇപ്പോൾ ഒന്ന് പുനരുദ്ധരിച്ച് വരുന്നേ ഉള്ളൂ. അങ്ങനെ ആ ക്ഷേത്രത്തിൽ ബ്രഹ്മാവിൻ്റെ ക്ഷേത്രത്തിലെ അടുത്തിടെയാണ് ഈ അവിടെ പുനരുദ്ധാരണം നടന്നത്. പുനരുദ്ധാരണം നടന്നതിന് ശേഷം അതിൻ്റെ പ്രഭാവലയം, അതിൻ്റെ പ്രഭ കൊണ്ടാണ്, ചൈതന്യം കൊണ്ടാണ് ഇപ്പോൾ ഈ കുംഭമേള ഉൾപ്പെടെ ഇവിടെ നടന്നത് ഈ നാട്ടുകാർ പറയുന്നത്. തീർച്ചയായും. അമ്മ എവിടുന്ന വരുന്നത്? ഞാൻ കോഴിക്കോട് പേരാമ്പ്ര. നേരത്തെ ഉണ്ടോ ഇവിടെ? ഞാൻ ഇന്നലെ വന്നു, പിന്നെ 28-ാം തീയതി ഒന്ന് വന്നു. എങ്ങനെ തോന്നുന്നു അമ്മ ഈ ഒരു വിരാട ഹിന്ദു സംഗമം കണ്ടിട്ട്? അതങ്ങനെയൊന്നും പറയാൻ അറിയില്ല. പക്ഷെ ഇതെന്താ പറയുക, ഒരു അത്ഭുതം തന്നെയാണ് ശരിക്കും. എല്ലാവരെയും വരുന്നത് കാണുമ്പോൾ എന്താ പറയുക, ഇതൊരു വലിയൊരു ഇതിൻ്റെ സനാതന ധർമ്മത്തിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് തന്നെയാണ്. ഒരു അത്ഭുതം തന്നെയല്ലേ ശരിക്കും. പേരും കൂടെ ഒന്ന് പറയാമേ? മല്ലിക അമ്മയാണ് നമുക്കൊപ്പം ചേർന്നിരിക്കുന്നത്.